ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഓർഗാനിക്സ്. മക്കളെ, കെമിസ്ട്രിയിലെ ഏറ്റവും ടഫായിട്ടുള്ള +1 ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റർ ഏത് എന്ന് വെച്ചാൽ ഇപ്പം ഈസി ആയിട്ട് നിങ്ങൾ പറയും സാറേ കെമിക്കൽ ബോണ്ടിങ് ആണ്. അതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. 20 മാർക്കാണ് ക്രിസ്മസ് എക്സാമിന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ്. മുഴുവൻ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമ്മൾ 20 മിനിറ്റ് കൊണ്ട് ആ ചാപ്റ്റർ പഠിക്കാം. മുഴുവൻ ഷോർട്ട് കട്ടാണ്. ഹൈബ്രിഡൈസേഷൻ ഷോർട്ട് കട്ടാണ്, VSEPR തിയറിക്ക് ഷോർട്ട് കട്ടാണ്, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, ബോണ്ട് ഓർഡർ കാൽക്കുലേഷനും ഷോർട്ട് കട്ടാണ്. അപ്പൊ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് 20 മിനിറ്റ് കൊണ്ട് ചാപ്റ്റർ തീർക്കാൻ പോവുകയാണ്. ആദ്യത്തെ തിയറി ഏതാ? VSEPR തിയറി, വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ആദ്യം അതാ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കാണ് ആദ്യമായിട്ട് ബോറോൺ ട്രൈഫ്ലൂറൈഡിന്റെ ഷേപ്പ് പഠിക്കുക. ബോറോൺ ട്രൈഫ്ലൂറൈഡ് VSEPR തിയറിയിൽ BF3യുടെ ഷേപ്പ് മാത്രമല്ല ബോറോണിന്റെ ഹൈബ്രിഡൈസേഷനും ഒറ്റ സ്റ്റെപ്പിൽ കാണാൻ പോവുക. ഷോർട്ട് കട്ട് ശ്രദ്ധിച്ചോ. BF3യിൽ BF3യുടെ ഷേപ്പും പഠിക്കാൻ പോവാണ്, ഹൈബ്രിഡൈസേഷനും പഠിക്കാൻ പോവാണ്. സെൻട്രൽ ആറ്റം ബോറോൺ ആണ് അല്ലെ? സെൻട്രൽ ആറ്റം ആരാ? ബോറോൺ. വേഗം എഴുതും ഞാൻ. സെൻട്രൽ ആറ്റം ഒന്നുള്ളതാരാ? ബോറോണാ. അറ്റോമിക് നമ്പർ എത്രയാ? സിമ്പിൾ 5 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ? 2,3 ആണ് അല്ലെ? 2,3 അല്ലേ? വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണ്. സെൻട്രൽ ആറ്റം ബോറോണിന്റെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ടെന്ന്. അപ്പൊ ബോറോൺ എഴുതി, ബോറോൺ ഇവിടെ എഴുതി. സെൻട്രൽ ആറ്റം വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ എഴുതി. ക്ലിയർ അല്ലേ? ഈ 3 ഇലക്ട്രോണുകൾ 3 ഫ്ലൂറിനുമായിട്ട് ഇവിടെ 3 ഫ്ലൂർ അവിടെ 3 ഫ്ലൂറിനാണുള്ളത്. സോ 3 ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്തു. 1 2 3 ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്തു. ഇത് ബോണ്ട് പെയർ ആണ്, ഇത് ബോണ്ട് പെയർ ആണ്. എന്താ ബോണ്ട് പെയർ? ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോൺ പെയറുകൾ വിളിക്കുന്ന പേരാണ് ബോണ്ട് പെയർ. അപ്പൊ ബോറോണിന് ചുറ്റും എത്ര ബോണ്ട് പെയറാ? 3 ബോണ്ട് പെയർ. ടോട്ടലി എത്ര പെയറാന്ന് നോക്കുക? 3 പെയർ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ടോട്ടലി ശ്രദ്ധിച്ചോ. ടോട്ടലി 2 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഇവിടെ എഴുതി വെക്കുക. ടോട്ടലി 2 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP ആണ്. ടോട്ടലി 3 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP2 ആണ്. ടോട്ടലി 4 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP3 ആണ്. ടോട്ടലി 5 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP3D ആണ്. SP3D. ഇതെന്തിനാ 5 വരച്ചത് എനിക്കറിയില്ല. 5 SP3D ആണ്. ഓക്കെ, ടോട്ടലി 6 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP3D2. സിമ്പിൾ. കിട്ടി? ഹൈബ്രിഡൈസേഷൻ കിട്ടിയില്ലേ? ടോട്ടലി എത്ര പെയറാ? ടോട്ടലി 3 പെയർ, 3 ബോണ്ട് പെയർ ആണ്. ഹൈബ്രിഡൈസേഷൻ പറയാ 3 ബോണ്ട് പെയർ. 3 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഏതാ? SP2 ഹൈബ്രിഡൈസേഷൻ. അയ്യോ, SP2 ഹൈബ്രിഡൈസേഷൻ ആണ്. SP2 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഹൈബ്രിഡൈസേഷൻ കിട്ടിയേ അല്ലെ? ടോട്ടലി 3 പെയർ ആണെങ്കിൽ 3 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP2. 3 ബോണ്ട് പെയർ ആണ്, ലോൺ പെയർ ഇല്ല. 3 ബോണ്ട് പെയർ 3 ബോണ്ട് പെയർ ആണെങ്കിൽ ഷേപ്പ് വരുന്നത് ട്രൈഗോണൽ പ്ലാനാർ. ഇതാ ഷേപ്പ് വരിക, ട്രൈഗോണൽ പ്ലാനാർ. BF3യുടെ ഷേപ്പ് എന്താ? ട്രൈഗോണൽ പ്ലാനാർ. കിട്ടിയോ? അടുത്ത മോളിക്യൂൾ ചെയ്യട്ടെ. അമോണിയ മോളിക്യൂൾ NH3 മോളിക്യൂൾ ആണ്. അമോണിയ സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. ഒന്നുള്ളതല്ലേ സെൻട്രൽ ആറ്റം? ഒന്നുള്ളത് സെൻട്രൽ ആറ്റം. അറ്റോമിക് നമ്പർ 7 ആണ്. അറ്റോമിക് നമ്പർ 7. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,5. വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ്. നൈട്രജന്റെ അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ടെന്ന്. 1 2 3 4 5 ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര ഹൈഡ്രജനുമായിട്ടാണ് കമ്പൈൻ ചെയ്തത്? 3 ഹൈഡ്രജൻ. 1 2 3 4 അല്ലെ? 3 ഹൈഡ്രജനുമായിട്ട് 4 ഇല്ല. 3 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തു. ക്ലിയർ അല്ലേ? 3 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് പെയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് പെയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് പെയർ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലോൺ പെയർ. പെയറാണ് പെയർ. 2 ഇലക്ട്രോൺസ് ചേർന്നാലേ ഒരു പെയർ ആവുള്ളൂ. മനസ്സിലാക്കിയോ? 2 ഇലക്ട്രോൺസ് ചേർന്നാലേ ഒരു പെയർ ആവുള്ളൂ. 2 ലോൺ പെയർ ഇല്ല സാറേ എന്ന് ചോദിക്കുന്നതോടാണ് ഞാൻ പറയുന്നത് 2 പേര് കൂടി ചേർന്നാൽ ഒരു പെയർ, ലോൺ പെയർ. അപ്പൊ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോൺ പെയറുകളെ ബോണ്ട് പെയറുകളെന്നും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇലക്ട്രോൺ പെയറുകളെ ലോൺ പെയർ എന്ന് വിളിക്കും. ടോട്ടലി 4 പെയർ ആണ്. 4 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP3 ആണ്. ടോട്ടലി 4 കാണുന്നുണ്ടോ? ടോട്ടലി 4 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താ? SP3. അത് ബോണ്ട് പെയർ ആവാം, ലോൺ പെയർ ആവാം. ക്ലിയർ അല്ലേ? അപ്പൊ 4 പെയർ ആയതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ SP3. അടുത്ത ചോദ്യം ഷേപ്പ് ഏതാന്നല്ലേ പഠിക്കാം. മക്കൾ നോക്കുക, 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും. 1 ലോൺ പെയർ ഉണ്ടോ? 3 ആണ്. 3ൽ 1 ലോൺ പെയർ. ടോട്ടലി 4 പെയർ.
നാലിൽ എന്താ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും വന്നാൽ ഷേപ്പ് വരുന്നത് പിരമിഡൽ ഷേപ്പാ. പിരമിഡൽ ഷേപ്പ്. ക്ലിയർ അല്ലേ? ഒന്നുകൂടി ചെയ്യണോ? ഒന്നുകൂടി ചെയ്യാം, പ്രശ്നമില്ല. ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് BCl5ന്റെ ഷേപ്പ് ആണ്. സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആണ്. അറ്റോമിക് നമ്പർ എത്രയാ? 15 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,5 ആണ്. വാലൻസ് ഷെൽ എത്രയാ? ഫോസ്ഫറസിന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ്. 3 4 5 5 ഇലക്ട്രോൺസ് ആണ്. എത്ര ക്ലോറിനാ? 5 ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യാണ്. 5 ക്ലോറിൻ 1 2 3 4 5 ബോണ്ട് പെയർ ആണ്. 5 ബോണ്ട് പെയർ വന്നാൽ ഹൈബ്രിഡൈസേഷൻ എന്താ നോക്കാം. 5 ബോണ്ട് പെയർ വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. 5 ബോണ്ട് പെയർ വന്നാൽ ഹൈബ്രിഡൈസേഷൻ എന്താ? sp3d. ഒന്നും നോക്കണ്ട, 5 ബോണ്ട് പെയർ വന്നു, ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. ലോൺ പെയർ അല്ല, 5 ബോണ്ട് പെയർ ആണ്. 5 ബോണ്ട് പെയർ ആണ്. ഇവിടെ കണ്ടോ, 5 ബോണ്ട് പെയർ ആണെങ്കിൽ ഷേപ്പ് എന്താ? ട്രൈഗോണൽ ബൈപിരമിഡൽ. 5 ബോണ്ട് പെയർ ആണെങ്കിൽ ഷേപ്പ് എന്താ? ട്രൈഗോണൽ ബൈപിരമിഡൽ. ആ ടേബിൾ പഠിച്ചാൽ മതി മൊത്തം കിട്ടാൻ. ട്രൈഗോണൽ ബൈപിരമിഡൽ. അപ്പൊ ഏത് മോളിക്യൂൾ വന്നാലും ഇപ്പൊ ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഷേപ്പ് ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഈ ചാപ്റ്ററിൽ ഏറ്റവും വലിയ കോൺസെപ്റ്റ് ആയിരുന്നു വാലൻസ് ഷെൽ, ഇലക്ട്രോൺ പെയർ, റിപ്പൾഷൻ. ഒന്നുകൂടി ചെയ്യണോ? ഒന്നുകൂടി ചെയ്തില്ല. വാട്ടർ മോളിക്യൂൾ. സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. അറ്റോമിക് നമ്പർ 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,6 ആണ്. ഓക്സിജന്റെ വാലൻസ് ഷെല്ലിലെ 6 ഇലക്ട്രോൺസ് മാർക്ക് ചെയ്തു. 3 4 5 6 ഇലക്ട്രോൺ മാർക്ക് ചെയ്തു. എത്ര ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തു? 2 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തു. 2 ഹൈഡ്രജൻ. ഇതെന്താ? ബോണ്ട് പെയർ ആണ്. ഇത് ബോണ്ട് പെയർ ആണ്. ഇത് ലോൺ പെയർ ആണ്. ഇത് ലോൺ പെയർ. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ടോട്ടലി 4 പെയർസ് ആണ്. 4 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ നോക്കണ്ട, sp3 ആണ്. 4 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ നോക്കേണ്ട ആവശ്യമില്ല. 4 ആണെങ്കിൽ sp3 അല്ലേ? അപ്പൊ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും വന്നാൽ ഷേപ്പ് ഈസ് ബെൻഡ് ഷേപ്പ് ആണ്. ബെൻഡ് അല്ലെങ്കിൽ വി ഷേപ്പ്. ഓക്കെ, റെഡി. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ അല്ലേ? ഇനി എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക? വരച്ച് എഴുതാൻ പോകുക. ഇപ്പൊ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത് ഒരു 1 മാർക്കിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ മതി. ഇനി ഹൈബ്രിഡൈസേഷൻ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ 3 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ? എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തരാം. അപ്പൊ നമ്മൾ നോക്കൂ, CH4ലെ ഹൈബ്രിഡൈസേഷൻ ചോദിക്കുക. CH4ലെ ഹൈബ്രിഡൈസേഷൻ ചോദിക്കുക. എങ്ങനെ കാണുക? സെൻട്രൽ ആറ്റം എഴുതുക. സെൻട്രൽ ആറ്റം കാർബൺ ആണെന്ന് അറിയാം. അറ്റോമിക് നമ്പർ എഴുതുക 6 ആണെന്ന് അറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക 2,4 ആണെന്ന് അറിയാം. കാർബണിന്റെ വാലൻസ് ഷെല്ലിലെ 4 ഇലക്ട്രോണിനെ മാർക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? 4 ഇലക്ട്രോണിനെ മാർക്ക് ചെയ്യുക. സോ എത്ര ഹൈഡ്രജനുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്? 4 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തു. 4 പെയർ ആയതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ sp3 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതെ കോൺസെപ്റ്റ് അവിടെ വെക്കുക. ഷോർട്ട് കട്ടാ. ഹൈബ്രിഡൈസേഷൻ sp3 ആണെന്ന് നമുക്കറിയാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക. sp3 ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടുവെച്ചു. ഇനി നമ്മൾ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോ. സെൻട്രൽ ആറ്റം കാർബൺ, അറ്റോമിക് നമ്പർ 6 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണെന്ന് വെച്ചാൽ 1s2 2s2 2p2. ഇതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് വരയ്ക്കാൻ ഡൗട്ട് ഇല്ലല്ലോ. കാർബണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാൻ ആർക്കും പറ്റും. 6 ഇലക്ട്രോൺ അല്ലേ കാർബണിലുള്ളത്? അപ്പൊ എങ്ങനെ എഴുതുക? 1s2 2s2 2p2. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്നാൽ കാർബണിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക. എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 4. ആ 4 ഇലക്ട്രോണുകൾ ഏതൊക്കെ സബ്ഷെല്ലാണ് വന്നത് നോക്കുക. 4 ഇലക്ട്രോണുകൾ ഈ സബ്ഷെല്ലാണ് വന്നത് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എങ്ങനെയാ? കാർബണിന്റെ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കുക. അത് ഏതൊക്കെ സബ്ഷെല്ലാണ് വന്നത് നോക്കുക. 2sലും 2pയിലാണ് വന്നത്. ക്ലിയർ അല്ലേ? അടുത്ത് എഴുതാൻ പോവാണേ. ഗ്രൗണ്ട് സ്റ്റേറ്റ് GS, വാലൻസ് ഷെൽ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഗ്രൗണ്ട് സ്റ്റേറ്റ് പറ. ഗ്രൗണ്ട് സ്റ്റേറ്റ്, വാലൻസ് ഷെൽ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. GSLV അല്ല, GS പറ. GS VS ECA. ഗ്രൗണ്ട് സ്റ്റേറ്റ്, വാലൻസ് ഷെൽ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 2s2 2p2. കിട്ടിയില്ലേ? 2s ഓർബിറ്റിൽ 2sന് ഒരു ഓർബിറ്റിലാ 2 ഇലക്ട്രോൺ ആണുള്ളത്. 2pക്ക് എത്ര ഓർബിറ്റിലാ? 2pക്ക് 3 ഓർബിറ്റിൽ. എത്ര ഇലക്ട്രോണാ? 2 ഇലക്ട്രോൺ ആണുള്ളത്. ഇനി എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ ചെയ്താൽ നോക്കുക.
ക്ലിയർ അല്ലേ? ഇവിടെ എത്ര കാർബൺ ചുറ്റും എത്ര ബോണ്ടാണുള്ളത് മക്കൾ നോക്കിക്കോ. മീഥൈനിൽ കാർബൺ ചുറ്റും 4 ബോണ്ടുകളുണ്ട്. 4 ബോണ്ട്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. മീഥൈനിലെ കാർബൺ ചുറ്റും 4 ബോണ്ട് ഉണ്ട്. 4 ബോണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ 4 സിംഗിൾ ഇലക്ട്രോൺ വേണം. ഇവിടെ മീഥൈനിലെ കാർബൺ ചുറ്റും എത്ര ബോണ്ടാ? 4 ബോണ്ട്. 4 ബോണ്ട് ഉണ്ടെങ്കിൽ 4 സിംഗിൾ ഇലക്ട്രോൺ വേണം അവിടെ. ഇപ്പൊ എത്ര സിംഗിൾ ഇലക്ട്രോണാ? 2 സിംഗിൾ ഇലക്ട്രോൺ ഉള്ളൂ. സോ നമ്മൾ അതിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. അതായത് ഫുൾഫിൽഡ് ഓർബിറ്റിൽ ഇലക്ട്രോൺ നമ്മൾ എംപ്റ്റി ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യിക്കും. എന്തിനു വേണ്ടി? 4 സിംഗിൾ ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി. ഇവിടെ എത്ര സിംഗിളാ? 4 ബോണ്ട് ഉണ്ടെങ്കിൽ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റിൽ വേണം. അപ്പൊ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾഫിൽഡ് ഓർബിറ്റിൽ ഇലക്ട്രോൺ എങ്ങോട്ട് ജമ്പ് ചെയ്യിക്കുക? എംപ്റ്റി ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യിക്കുക. എക്സൈറ്റഡ് സ്റ്റേറ്റ് വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s1 2p3. യെസ്. എന്നിട്ട് s1 പിന്നെയോ പിയിൽ 3 ഓർബിറ്റൽ, ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ വീതമായി. എത്ര ഹാഫ് ഫിൽഡ് ആയി? 4 ഹാഫ് ഫിൽഡ് ആയില്ലേ? അല്ലെ? 4 സിംഗിൾ ഇലക്ട്രോൺ കൊണ്ടില്ലേ? എന്നിട്ട് ചെയ്യേണ്ടത് ഇവരെ അങ്ങ് മിക്സ് ചെയ്യാം. ഒരു s ഓർബിറ്റിലും 3 p ഓർബിറ്റിലും മിക്സ് ചെയ്താൽ 4 പുതിയ ഓർബിറ്റൽ ക്രിയേറ്റ് ചെയ്യും. 4ന്റെയും പേരെന്താ? sp3 എന്നാ. 4ന്റെയും പേരെന്താ? sp3. ഇവരൊക്കെ sp3 ഓർബിറ്റിലാ. 4 ഹാഫ് ഫിൽഡ് ഉണ്ട്. 4 ഹാഫ് ഫിൽഡ് sp3 ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഇവർ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും? ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യും. ഈ 4 sp3 ഓർബിറ്റൽ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് CH4 എന്നുള്ള ബോണ്ട് ഉണ്ടാക്കി. സോ ഹൈബ്രിഡൈസേഷൻ ഓവർ. കഴിഞ്ഞു. ഇത് എന്താ ചെയ്യേണ്ടത്? ഗ്രൗണ്ട് സ്റ്റേറ്റ് വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് എത്ര ഹാഫ് ഫിൽഡ് പകുതി ഫിൽ ചെയ്ത ഓർബിറ്റൽ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന 2 ഇലക്ട്രോൺ ആണ്. നമുക്ക് എത്ര ബോണ്ട് ഉണ്ടാക്കണം? 4 ബോണ്ട് ഉണ്ട്. സോ 4 പകുതി ഫിൽ ചെയ്ത ഓർബിറ്റൽ വേണം. എന്താ മാർഗം? ഇവിടെയുള്ള ഫുൾഫിൽഡ് ഓർബിറ്റൽ ഇലക്ട്രോൺ എങ്ങോട്ട് ജമ്പ് ചെയ്യിക്കുക? എംപ്റ്റി ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുക. അതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ. ജമ്പ് ചെയ്തതിനനുസരിച്ച് ഇവരെ മിക്സ് ചെയ്തു. ഇവരെ മിക്സ് ചെയ്ത് പുതിയ ഓർബിറ്റൽ ഉണ്ടാക്കി. 4 ഓർബിറ്റൽ. 4ന്റെ പേരെന്താ? sp3. 4 ഓരോ ഇലക്ട്രോൺ വീതമുള്ളത്. അവിടുത്തെ ഹൈഡ്രജൻ ഓരോ ഇലക്ട്രോൺ വീതം കൊടുത്ത് ബോണ്ടായി മാറി. ക്ലിയർ അല്ലേ? അപ്പൊ ഹൈബ്രിഡൈസേഷൻ ക്ലിയർ ആയി. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി ആണിത്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണിത്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി നമ്മൾ പഠിക്കാൻ പോകണേ. മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ ഏറ്റവും വലിയ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ ആണ്. ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB മൈനസ് NA എന്ന. NB മൈനസ് NA. ഓക്കെ, ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ഹാഫ് ഇൻറ്റു NB മൈനസ് NA. NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. മക്കൾ നോക്കുക, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പൊ NB മൈനസ് NA ഹാഫ് ഇൻറ്റു NB മൈനസ് NA. NB എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. NA എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ക്ലിയർ അല്ലേ? ഇനി ബോണ്ട് ഓർഡർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്റ്റെബിലിറ്റി. ബോണ്ട് ഓർഡർ സ്റ്റെബിലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ബോണ്ട് ഓർഡർ ബോണ്ട് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ബോണ്ട് ഓർഡർ ബോണ്ട് എനർജിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ബോണ്ട് എനർജി ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ആണ്. ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ആണ്. ബോണ്ട് ഓർഡർ 1 എന്ന് പറഞ്ഞാൽ, ബോണ്ട് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ അത് ഡബിൾ ബോണ്ട് ആയിരിക്കും. ബോണ്ട് ഓർഡർ 3 എന്ന് പറഞ്ഞാൽ അത് ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. എന്താ പറയുക? ട്രിപ്പിൾ ബോണ്ട്. ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ സിംഗിൾ ബോണ്ട്, 2 ആണെങ്കിൽ ഡബിൾ ബോണ്ട്, 3 ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. ബോണ്ട് ഓർഡർ 0 ഇറ്റ് ഈസ് നോ ബോണ്ട്. ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ നോ ബോണ്ട് ആണ്. മോളിക്യൂളിൽ ബോണ്ട് ഇല്ല എന്നാ പറയുന്നത്. നോ ബോണ്ട്. ഇനി എങ്ങനെയാണ് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്നാണ് പഠിപ്പിക്കാൻ. ശ്രദ്ധിച്ചോട്ടോ. ബോണ്ട് ഓർഡർ കാൽക്കുലേഷനുള്ള ഷോർട്ട് കട്ടിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ O2ന്റെ ബോണ്ട് ഓർഡർ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. O2ന്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ O2ലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കൗണ്ട് ചെയ്യുക. എന്താ പറയുക? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യാം. O2ൽ എത്ര ഇലക്ട്രോണാ? 16 ഇലക്ട്രോൺ ഉണ്ട്. 16 ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ? യെസ്. O2ലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 16 ആണെന്ന് മനസ്സിലായല്ലോ. ഇനി ചെയ്യേണ്ടത് ടോട്ടൽ ഇലക്ട്രോൺ മൈനസ് 8 ചെയ്യുക. ടോട്ടൽ ഇലക്ട്രോൺ സ്റ്റെപ്പ് 1 ആണ്. ടോട്ടൽ ഇലക്ട്രോൺ മൈനസ് 8. ടോട്ടൽ ഇലക്ട്രോൺ മൈനസ് 8 ചെയ്യുക. 16 മൈനസ് 8 എത്ര കിട്ടി? 8 കിട്ടി. സ്റ്റെപ്പ് 2. ആദ്യം ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് ചെയ്യുന്നു. 8 മൈനസ് ചെയ്യുന്നു. ബാക്കി എത്ര കിട്ടി? 8 കിട്ടി. ബാക്കി വരുന്ന ഇലക്ട്രോണിനെ 2 പാർട്ടാക്കി മാറ്റാം. ഈ 8 ഇലക്ട്രോണിനെ 2 പാർട്ടാക്കി മാറ്റണം. പാർട്ട് 1,
പാർട്ട് 2. 8 ഇലക്ട്രോണിനെ 2 പാർട്ടാക്കി മാറ്റാം, 2ആയി ഡിവൈഡ് കളയാം. പാർട്ട് 1, പാർട്ട് 2. പാർട്ട് 1ൽ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളിക്കുക? 6 ഇലക്ട്രോൺ കൊള്ളിക്കുക. പാർട്ട് 1ൽ മാക്സിമം 6 ഇലക്ട്രോൺ. ബാക്കി വരുന്ന ഇലക്ട്രോണിനെ പാർട്ട് 2ലേക്ക് കൊടുക്കുക. എത്ര ഉണ്ട്? ബോണ്ട് ഓർഡർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക. പാർട്ട് 1 മൈനസ് പാർട്ട് 2, പാർട്ട് 1 മൈനസ് പാർട്ട് 2 ഡിവൈഡഡ് ബൈ 2 ആണ്. ഈസിയാണ്. പാർട്ട് 1 എത്രയാ? 6. പാർട്ട് 2 എത്രയാ? 2 ഡിവൈഡ് ബൈ 2, 4/2. എത്ര കിട്ടി? 2. കിട്ടിയില്ലേ? ബോണ്ട് ഓർഡർ കാൽക്കുലേഷൻ വളരെ ഈസിയാണ്. അടുത്ത് നോക്കുക, N2. N2ൽ 14 ഇലക്ട്രോൺ. 14 ഇലക്ട്രോൺ ടോട്ടൽ ഇലക്ട്രോൺ എത്രയാ? N2ലെ ടോട്ടൽ ഇലക്ട്രോൺ ഓഫ് N2 എത്രയാ? 14 ആണ്. 14 8 മൈനസ് ചെയ്യുക. ടോട്ടൽ ഇലക്ട്രോൺ 8 മൈനസ് ചെയ്യുക അല്ലെ? ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് ചെയ്യുക. ടോട്ടൽ ഇലക്ട്രോൺ 8 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞു. ബാക്കി വരുന്ന 6 ഇലക്ട്രോണാണ്. ഈ 6 ഇലക്ട്രോണിനെ 2 പാർട്ടാക്കി മാറ്റുക. P1ഉം P2. പാർട്ട് 1ഉം പാർട്ട് 2. പാർട്ട് 1ൽ മാക്സിമം 6 ഇലക്ട്രോൺ കൊള്ളും. ബാക്കി ഉണ്ടെങ്കിൽ പാർട്ട് 2 ഇല്ല, 0 അല്ലെ? ബാക്കി വരുന്ന ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് 14 ആണ്. 14 എത്ര ടോട്ടൽ ഇലക്ട്രോൺ 8 മൈനസ് ചെയ്യാന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. എത്ര കിട്ടി? 6 കിട്ടി അല്ലെ? 6 കിട്ടിയില്ലേ? 6 പാർട്ട്. ബാക്കി വരുന്ന ഇലക്ട്രോണിനെ 2 പാർട്ടാക്കി മാറ്റുക. പാർട്ട് 1ഉം പാർട്ട് 2. പാർട്ട് 1ൽ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളും? 6 ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ട് 2ലേക്ക് പോകാൻ പാടുള്ളൂ. സോ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാർട്ട് 1 മൈനസ് പാർട്ട് 2 ഡിവൈഡ് ബൈ 2, 6 മൈനസ് 0/2, ദാറ്റ്സ് ഈക്വൽ 3. കിട്ടില്ലേ? ഓക്കെ അല്ലേ? എന്ന് നോക്കോ, C2ൽ എത്ര ഇലക്ട്രോണാ? 12 ഇലക്ട്രോണാ. 12 8 മൈനസ് ചെയ്താൽ ബാക്കി എത്ര കിട്ടി? 12 8 മൈനസ് ചെയ്യാം. 12 8 മൈനസ് ചെയ്താൽ ബാക്കി 4 കിട്ടി. ക്ലിയർ അല്ലേ? പാർട്ട് 1 എത്രയാ? 4 ആണ്. പാർട്ട് 2 എത്രയാ? 0. പാർട്ട് 1 മൈനസ് പാർട്ട് 2 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 2 ആണ്. പാർട്ട് 1 4 ആണ്. പാർട്ട് 2 എത്രയാ? 0. പാർട്ട് 1 മൈനസ് പാർട്ട് 2 ഡിവൈഡ് ബൈ 2, 4 മൈനസ് 0/2 എത്രയാ? 2. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ബോണ്ട് ഓർഡർ കാൽക്കുലേഷൻ ഈസിയാണ്. ഇനി നമ്മളോട് പറയാം, ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, ബെർലിയം മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്തുകൊണ്ട് ബെർലിയം മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ, ബെർലിയം Be2 മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്തുകൊണ്ട് എന്ന് ചോദ്യം വരും. അപ്പൊ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ച് പറയണം, ബെർലിയം മോളിക്യൂളിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാ? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓഫ് ബെർലിയം മോളിക്യൂൾസ് എത്രയാ? ബെർലിയത്തിൽ അറ്റോമിക് നമ്പർ 4 ആണ്. 80 ഇലക്ട്രോൺസ് ഉള്ളത്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയാ σ1s, σ*1s, σ2s, σ*2s. 8 ഇലക്ട്രോൺ ആണെങ്കിൽ നമുക്ക് ആ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റൂല. നേരത്തെ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാൻ പറ്റൂല. 8ൽ കൂടുതലാണെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റൂ. സോ σ1s, σ*1s, σ2s, σ*2s. 8 ഇലക്ട്രോൺ 2 ഇവിടെ പോയി, 2 ഇവിടെ പോയി, 2 ഇവിടെ പോയി, 2 ഇവിടെ പോയി. ബോണ്ട് ഓർഡർ കാണുക. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു NB മൈനസ് NA ആണ്. NB മൈനസ് NA. NB എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എണ്ണമാണ് NB. സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റിൽ 2 2 4 ഇലക്ട്രോൺ. സ്റ്റാറുള്ള ഓർബിറ്റിലാണ് 4 അല്ലെ? 4 മൈനസ് 4, ½ ഇൻറ്റു 0, ½ ഇൻറ്റു 0 ഈക്വൽ 0. ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മോളിക്യൂൾ എന്തില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. ക്ലിയർ അല്ലേ? ഇനി അതിൽ പഠിക്കാനുള്ളത് ഹൈഡ്രജൻ ബോണ്ട് ആണ്. ഹൈഡ്രജനും ഫോണും തമ്മിലുള്ള ബോണ്ടാണ്. ഹൈഡ്രജനും ഫ്ലൂറിനും, ഹൈഡ്രജനും ഓക്സിജനും, ഹൈഡ്രജനും നൈട്രജനും തമ്മിലുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേരെന്താ? ഹൈഡ്രജൻ ബോണ്ട്. ഇറ്റ്സ് എ വെരി വീക്ക് ബോണ്ട്. ദ ബോണ്ട് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഫോൺ, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഇവര് തമ്മിലുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. ഡോട്ടിന്റെ കണ്ടോ? ഇറ്റ്സ് എ വെരി വീക്ക് ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. 2 ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടാണ്, ഇന്റർ ഹൈഡ്രജൻ ബോണ്ടും ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ടും. ഇന്റർ മീൻസ് ഇൻ ബിറ്റ്വീൻ. അവരുടെ പേര് തന്നെ ഉണ്ട്, ഇന്റർ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ. 2 വാട്ടർ മോളിക്യൂളിനിടയിൽ, ഒന്നിൽ ഓക്സിജനും മറ്റൊന്നിൽ ഹൈഡ്രജൻ തമ്മിലുള്ള ബോണ്ട് ഇന്റർ, ഇൻ ബിറ്റ്വീൻ. ഇതാണ് ഇന്റർ ഹൈഡ്രജൻ ബോണ്ട്. ഇന്റർ. ഇനി ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ മോളിക്യൂൾ, ഒരു മോളിക്യൂളിനുള്ളിലുള്ള ഹൈഡ്രജൻ ബോണ്ടിനെ വിളിക്കുന്ന പേരെന്താ? ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട്. ഓർത്തോ നൈട്രോഫീനോൾ. ഇൻട്രയാണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാ? വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, ഹൈബ്രിഡൈസേഷൻ, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, ഹൈഡ്രജൻ ബോണ്ട് വരെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ പോയിന്റുകളുണ്ട്. ഡൈപോൾ മൊമെന്റ് പോലുള്ള ചെറിയ ഫെജൻസ് റൂള്, ഡൈപോൾ മൊമെന്റ് പോലുള്ള ചെറിയ പോയിന്റുകൾ മാത്രമേ സ്കിപ്പ് ചെയ്തുള്ളൂ. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പൊന്നു മക്കൾ മറന്നു പോകരുത്. ഓക്കെ, റെഡി, ബൈ.